ലൈവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LGS മുൻ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ആശങ്കയോടെ കാത്തിരുന്ന ഒന്നാണ് നിയമനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും 1000-ന് മുകളിൽ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പല വാർത്തകളും കണ്ടപ്പോൾ അത്രയധികം നിയമനങ്ങൾ ഇനിയും നടക്കുമോ മുൻ റാങ്ക് പട്ടികയിൽ നിന്ന് എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ മറുപടിയായിട്ടാണ് ഇപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ LGS റാങ്ക് പട്ടികയിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും 8000-ന് മുകളിൽ നിയമന ശുപാർശ നടന്നു എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ കഴിയും. അപ്പോൾ അത്രയധികം ഒഴിവുകളാണ് 1000-ന് മുകളിൽ 1000-ഓളം ഒഴിവുകളാണ് PSCയിലേക്ക് മുൻ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒഴിവുകളിലേക്കുള്ള നിയമന ശുപാർശ എല്ലാം തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ പുതിയ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിയമന ശുപാർശകൾക്ക് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയുള്ളൂ എന്നാണ് PSCയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഓരോ ജില്ലയിലും എത്രയധികം നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ലാസ്റ്റ് ഗ്രേഡ് LGSന്റെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ മുൻ റാങ്ക് പട്ടികയിൽ ഒഴിവുകളുടെ നിയമന ശുപാർശ മുഴുവൻ 8000 കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാന നാളുകളിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ നിന്നാണ് നിയമന ശുപാർശ നടന്നുകൊണ്ടിരിക്കുന്നത്. 13 ജില്ലകളിലും ഇതിന്റെ നടപടികളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ആകെ നിയമന ശുപാർശ 8247 ആയിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ അവസാനഘട്ട നിയമന ശുപാർശ തുടങ്ങിയിട്ടില്ല. അത് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാ ജില്ലകളിലും മുഴുവൻ ഒഴിവുകളുടെയും ശുപാർശ ചെയ്യുന്നതോടെ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് നിയമനങ്ങളിൽ നിന്ന് ഈ പ്രാവശ്യം അത് മറികടക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് 8375 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. നിലവിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ തിരുവനന്തപുരത്താണ്. 1063 എണ്ണമാണ്. കഴിഞ്ഞ തവണത്തേക്കാള് ഇവിടെ കൂടുതൽ 1043 നിയമന ശുപാർശകളാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇത്തവണ അത് മറികടക്കാനായിട്ട് നിയമനം 1000 കടന്ന ജില്ലകൾ വേറെ ഇല്ല എന്നുള്ളതും ഒരു പ്രത്യേകതയുണ്ട്. 800 നിയമന ശുപാർശയുമായി എറണാകുളം ജില്ലയാണ് 2ാം സ്ഥാനത്ത്. അതുപോലെ തന്നെ 288 നിയമന ശുപാർശകൾ അയച്ച വയനാട്ടിലാണ് ഏറ്റവും കുറവ്. 3 വർഷ കാലാവധി വെച്ച് ജൂലൈ 17-ന് റാങ്ക് പട്ടിക റദ്ദായതാണ്. പ്രസ്തുത റാങ്ക് പട്ടികയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ റാങ്ക് പട്ടികയിൽ നിന്നുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നെ അതിനുള്ള നടപടികൾ അയക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ ഇതിന് ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങൾക്ക് പ്രതീക്ഷയോടെ മുൻ റാങ്ക് പട്ടികയിൽ നിന്ന് ഇത്രയധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിയമനങ്ങളൊക്കെ നടക്കുമോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ആശങ്ക അറിയിച്ചിരുന്നു. എന്നാൽ അതിനൊക്കെ തന്നെ ഒരു മറുപടിയാണ് ഇത്രയധികം ഒഴിവുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്ക് എല്ലാം തന്നെ നിയമന ശുപാർശ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനഘട്ട നടപടികളൊക്കെ തന്നെ പൂർത്തിയാകാൻ ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നിയമന ശുപാർശകളൊക്കെ തന്നെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഓരോ ജില്ലയിലും വരുന്ന നിയമന ശുപാർശകളൊക്കെ തന്നെ അഡ്വൈസ് ഡീറ്റെയിൽസിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതാണ്. ഇപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഇനിയും നിയമനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കൂ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു മറുപടിയാണ് ഇപ്പോൾ നിയമന ശുപാർശ ഓരോ ഘട്ടത്തിലും അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിയമന ശുപാർശകൾ മുൻ റാങ്ക് പട്ടികയിൽ നിന്ന് ജൂലൈ 17-ന് അവസാനിച്ച റാങ്ക് പട്ടികയിൽ നിന്ന് ഇനിയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള അടുത്തടുത്ത നിയമനങ്ങൾ റൊട്ടേഷൻ പ്രകാരമുള്ള നിയമനങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.